ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച ധാക്കയിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ഹസീന മാനവിക വിരുദ്ധമായ കുറ്റങ്ങൾ ചെയ്തെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം തനിക്കെതിരായ വിധി ഏകപക്ഷീയവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. പ്രക്ഷോഭത്തെ തുടർന്ന് നാടുവിട്ട ഹസീന നിലവിൽ ഇന്ത്യയിലാണ് അഭയം തേടിയിരിക്കുന്നത്. ഹസീന എവിടെ ആയാലും ശിക്ഷ നടപ്പാക്കുമെന്ന നിലപാടിലാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്കെതിരെ കൊടും കുറ്റങ്ങൾ ചെയ്തെന്ന് കോടതി കണ്ടെത്തി. പ്രതിഷേധക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ ഉത്തരവിട്ടു. പ്രതിഷേധക്കാരെ കണ്ടെത്താൻ ഡ്രോണുകളും അവരെ കൊല്ലാൻ ഹെലികോപ്റ്ററുകളും മാരകായുധങ്ങളും ഉപയോഗിച്ചു എന്നിങ്ങനെയാണ് കോടതിയുടെ കണ്ടെത്തൽ. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി അബു സയ്യിദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിരവധി തവണ തിരുത്തൽ നടത്തിയതിന് തെളിവുണ്ടെന്ന് കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൽ ഷെയ്ഖ് ഹസീന വഹിച്ച പങ്ക് വിവരിച്ചുകൊണ്ടാണ് മൂതംഗ ട്രൈബ്യൂണൽ വിധി പറഞ്ഞത്. നിരായുധരായ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിനെതിരെ സംഘടിത ആക്രമണമുണ്ടാകും വിധമുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഹസീന നടത്തി. പ്രക്ഷോഭകർക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ നേരിട്ട് ഉത്തരവിട്ടു എന്നും കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. ഭരണകൂട സേനകൾ നടത്തിയ കൊലപാതകങ്ങൾക്കും പീഡനങ്ങൾക്കും തിരോധാനങ്ങൾക്കും ഹസീനയാണ് ഉത്തരവാദിയെന്ന് കോടതി പറഞ്ഞു. ജനങ്ങൾക്കെതിരെ വ്യാപകവും വ്യവസ്ഥാപിതവുമായ അതിക്രമം നടത്തിയെന്ന് കോടതി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നീണ്ട പ്രക്ഷോഭത്തിൽ 1400-ലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് UN-ന്റെ കണക്ക്. ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസമൻ ഖാൻ കമാൽ, അന്നത്തെ IG ചൗധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവരുടെ പേരിലും കുറ്റം ചുമത്തിയിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ തനിക്ക് പങ്കുണ്ടെന്ന് സമ്മതിച്ച ചൗധരി അബ്ദുള്ള അൽ മാമുൻ കേസിൽ മാപ്പുസാക്ഷിയായി. കൂട്ടക്കൊല, കൊലപാതക ശ്രമം, പീഡനം, മനുഷ്യാവകാശ ലംഘനം എന്നിവയുൾപ്പെടെ 5 കുറ്റങ്ങളാണ് ഹസീന, കമാൽ, മാമുൻ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നുവെന്നും ധാക്ക കോടതിയുടെ വിധി ഏകപക്ഷീയവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഷെയ്ഖ് ഹസീന പ്രസ്താവനയിൽ പറഞ്ഞു. പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5-ന് രാജിവെച്ച് നാടുവിട്ട ഹസീന അന്നു മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത്. ഹസീനയെ കൈമാറണമെന്ന് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇന്ത്യ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്ന നിലപാടിലാണ് ബംഗ്ലാദേശ് ഭരണകൂടം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.